വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലയാളി ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. മമ്മൂട്ടിയുടെ മകനായതുകൊണ്ടാണ് ദുൽഖർ സൽമാന് സിനിമയിൽ അവസരം കിട്ടിയത് എന്ന് പലരും തുടക്കത്തിൽ പറഞ്ഞു പരത്തിയിരുന്നു. അപ്പോൾ മമ്മൂട്ടിക്ക് അവസരങ്ങൾ കൊണ്ടുകൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ ഈ പാപ്പരാസികൾക്ക് പോലും ഉത്തരമില്ല. എന്നാൽ ദുൽഖർ ആയാലും മമ്മൂട്ടി ആയാലും സ്വന്തം പരിശ്രമം കൊണ്ടാണ് സിനിമയിലെത്തിയത് എന്ന സത്യം ആരും അംഗീകരിച്ചില്ല. മമ്മൂട്ടിയുടെയും ദുൽഖർ സൽമാൻ്റെയും മക്ബൂൽ സൽമാൻ്റെയും അഭിനയ അരങ്ങേറ്റത്തെക്കുറിച്ച് മമ്മൂട്ടിയുടെ അനിയനും നടനുമായ ഇബ്രാഹിം കുട്ടി സംസാരിക്കുന്ന വീഡിയോ വൈറലാകുന്നു. കഥയല്ലിത് ജീവിതം എന്ന പരിപാടിയുടെ ഒരു എപ്പിസോഡിലാണ് ഇബ്രാഹിം കുട്ടി ജ്യേഷ്ഠനെയും ജ്യേഷ്ഠപുത്രൻ്റെയും തൻ്റെ മകൻ്റെയും അരങ്ങേറ്റത്തെക്കുറിച്ച് പറഞ്ഞത്. വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള മുസ്ലിം കുടുംബമാണ് ഞങ്ങളുടേത്. എന്നിരുന്നാലും കുഞ്ഞുനാൾ മുതൽ സിനിമയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നത് ചെമ്പ എന്ന ഗ്രാമത്തിലാണ്. ആ ഭാഗത്ത് ഒരു തിയേറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ നിന്ന് 2.5 കിലോമീറ്റർ നടന്നു പോയിട്ടാണ് ഞങ്ങൾ സിനിമ കാണുന്നത്. സിനിമ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു നോട്ടീസ് കിട്ടും. വീടിൻ്റെ മതിലിൽ ഇന്നത്തെ സിനിമ എന്ന് പറഞ്ഞ് ഞങ്ങൾ അത് ഒട്ടിച്ചു വയ്ക്കുമായിരുന്നു. ഏട്ടന് അത്രമാത്രം സിനിമയോട് പണ്ടേ മുതലേ ഒരു ഇഷ്ടമുണ്ട്. MGRൻ്റെ സിനിമയൊക്കെ കണ്ടുവന്ന് വീട്ടിൽ അനുകരിക്കുമായിരുന്നു അത്ര മമ്മൂട്ടി. സിനിമ അന്നേ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരുന്നു. ദുൽഖർ സിനിമാ നടനാകും എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ മകൻ മക്ബൂൽ സിനിമാ നടനാകും എന്ന് കരുതിയിരുന്നു. ബാംഗ്ലൂരിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ജോലിക്ക് പോയപ്പോൾ ഏട്ടൻ്റെയും എൻ്റെയും ഒന്നും പേര് പറയാതെ 18ഓളം ഓഡിഷനുകളിൽ മക്ബൂൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒടുവിലാണ് സാജൻ സംവിധാനം ചെയ്ത അസുരവിത്ത് എന്ന ചിത്രത്തിൽ ഒരു വേഷം ചെയ്തത്. ആ സമയത്താണ് ദുൽഖറും അഭിനയിക്കാനായി വരുന്നത്. ഇവർ രണ്ടുപേരും ഇങ്ങനെ സിനിമയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഏട്ടനോട് ചോദിച്ചപ്പോൾ അവരുടെ പഠിപ്പൊക്കെ കഴിഞ്ഞതല്ലേ, അവരങ്ങനെ ഒരു താല്പര്യം പറയുമ്പോൾ നമ്മളെങ്ങനെയാണ് വേണ്ട എന്ന് പറയുക, നമ്മളും ചെയ്യുന്നത് അതുതന്നെയാണല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ദുൽഖറിൻ്റെ സിനിമ അരങ്ങേറ്റത്തിന് മമ്മൂട്ടി പ്രമോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രമായിരുന്നു. സ്വന്തം പരിശ്രമത്തിലൂടെയാണ് ദുൽഖർ സെക്കൻഡ് ഷോയിൽ അഭിനയിച്ചത്. അതിനുശേഷമാണ് മക്ബൂൽ നായകനായി മാറ്റിനി എന്ന ചിത്രം വന്നത്. ഇബ്രാഹിം കുട്ടി പറഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ.